എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ് ഇവിടെ കാണുന്നത്. ആവശ്യമുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇന്ന് വീഡിയോസ് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലുള്ള ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്യാമറയിൽ എടുത്തതും മറ്റ് ആപ്ലിക്കേഷനുകളിലൂടെ കിട്ടിയതുമായ എല്ലാ വീഡിയോസും നമുക്കിതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ക്യാമറയിൽ എടുത്ത വീഡിയോസാണ്. കൂടാതെ എനിക്ക് വാട്സപ്പിൽ കൂടി കിട്ടിയ ഒരു വീഡിയോ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. വീഡിയോയുടെ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫോട്ടോ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോയുടെ സൈസും നമുക്ക് കൂട്ടാവുന്നതാണ്. ഇവിടെ ഞാൻ ക്യാമറയിൽ എടുത്ത വീഡിയോൻ്റെ സൈസ് കറക്റ്റാണ്. പക്ഷേ വാട്സപ്പിലൂടെ കിട്ടിയ വീഡിയോൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ഞാനത് ലെയറായി സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് കൂട്ടുകയാണ്. അതിനായി ആ വീഡിയോ ലെയറായി സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് കൂട്ടുക. ഇപ്പോൾ എല്ലാ വീഡിയോസും ഒരേ സൈസിൽ ആയിക്കഴിഞ്ഞു. ഇനി ഒരു വീഡിയോ കഴിഞ്ഞ് മറ്റൊരു വീഡിയോ വരുന്നതിനിടയിലുള്ള ട്രാൻസിഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായി വീഡിയോൻ്റെ ഇടയിലുള്ള പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ ഇഫക്റ്റിൽ ഫൺ ട്രാൻസിഷൻ, ക്ലാസിക് ട്രാൻസിഷൻ, 3D ട്രാൻസിഷൻ എന്നുള്ള ഓപ്ഷനുകൾ കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ മൂന്നിലും വളരെയധികം ട്രാൻസിഷൻ ഇഫക്റ്റുകൾ ലഭ്യമാണ്. ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രാൻസിഷൻ ഇഫക്റ്റ് കൊടുത്തത് ശ്രദ്ധിക്കുക. ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പോകുമ്പോഴുള്ള ഇഫക്റ്റാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ ലെയറായി സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലാക്ക് ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ട്രാൻസിഷൻ കൊടുക്കുന്ന സമയത്ത് അത് നല്ലൊരു ഇഫക്റ്റ് തരുന്നു. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായി സെലക്ട് ചെയ്ത ശേഷം അത് എക്സ്പാൻഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയിലെ ഓഡിയോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കളയാവുന്നതാണ്. അതിനായി ആ ലെയറിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡിലുള്ള മെനുവിൻ്റെ ലാസ്റ്റായി എക്സ്ട്രാക്റ്റ് ഓഡിയോ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഓഡിയോ എക്സ്ട്രാക്റ്റായി താഴെ വരുന്നു. അത് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആയി പോകും. ട്രാൻസിഷൻ ഇഫക്റ്റിലുള്ള എല്ലാ ഓപ്ഷനുകളും ചെക്ക് ചെയ്ത് അതിൽ അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ഓരോ സ്ഥലത്തായി ഫില്ല് ചെയ്യുക. ഇത്തരം ട്രാൻസിഷൻ ഇഫക്റ്റുകൾ ബാക്ക്ഗ്രൗണ്ടിന് മാത്രമാണ് നൽകാൻ പറ്റുന്നത്. ഇനി നമ്മൾ വീഡിയോസ് ലെയറായാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻ അനിമേഷൻ, ഓവറോൾ അനിമേഷൻ, ഔട്ട് അനിമേഷൻ എന്നീ അനിമേഷനുകളാണ് നൽകേണ്ടത്. അടുത്തടുത്ത് ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നതെങ്കിൽ ഈ ട്രാൻസിഷൻ ഇഫക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി അഥവാ അടുത്തടുത്ത് ലെയേഴ്സാണ് വരുന്നതെങ്കിൽ ഈ ട്രാൻസിഷൻ ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അനിമേഷനുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് അടുത്ത ലെയറാണ് വരുന്നതെങ്കിലും ഈ ട്രാൻസിഷൻ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, അനിമേഷൻ്റെയും ട്രാൻസിഷൻ്റെയും ഒരു കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഏത് എവിടെ വേണമെന്നുള്ളത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വീഡിയോ ലെയറായാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി വെക്കാൻ ശ്രമിക്കുക. അതേ വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ കൊടുക്കുന്ന സമയത്ത് ആ വീഡിയോ കാണാനിടയാകും. അത് നമ്മുടെ വീഡിയോന് ഒരു അഭംഗി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ വീഡിയോയിലെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്കൊരു സ്റ്റില്ലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിംഗ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിലുള്ള ഓപ്ഷനുകൾ നോക്കുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മുടെ വീഡിയോസിൻ്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റിൽ അവിടെ ആഡ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു ലെയർ ആഡ് ചെയ്യപ്പെടുന്നു. ഈ ലെയറും സ്റ്റില്ലും നമ്മുടെ വീഡിയോസിൻ്റെ എവിടെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അവിടെ അത് പ്ലേസ് ചെയ്യുക. നമുക്ക് വേണ്ടാത്ത ലെയർ അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഡിലീറ്റ് ബട്ടൺ. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്.
ഇവിടെ ഞാൻ ഒന്ന് സ്റ്റില്ലായി ക്ലിപ്പായും മറ്റേത് ഒന്ന് ലെയറായുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്ലേസിങ് ഞാൻ കറക്റ്റ് ആക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് എക്സ്പാൻഡ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ബോക്സിൻ്റെ തൊട്ട് താഴെയുള്ള റൗണ്ടായിട്ടുള്ള ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ ചേഞ്ചസ് വരുത്താനുള്ളതാണ്. അതിൽ നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ എങ്ങനെ തുടങ്ങണം, അതായത് സ്ലോ ആയി തുടങ്ങി വോളിയം കുറഞ്ഞ് തുടങ്ങി പിന്നെ കൂടുന്ന ഒരു ഇഫക്റ്റ് നൽകും. അത് സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിലും നമുക്ക് ആ ഇഫക്റ്റ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം കൂടണം, അതുപോലെ അവസാനിക്കുന്ന എൻഡിങ് സമയത്ത് ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം കുറഞ്ഞു വന്ന് അത് അവസാനിക്കണമെന്ന് കാണിക്കാനുള്ളതാണ് അത്. അതുപോലെ അതിന് ഡിലീറ്റ് ബട്ടൻ്റെ താഴെയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ വലുതാക്കി കാണിക്കാനുള്ളതാണ്. നമ്മൾ ആഡ് ചെയ്ത ഓരോ വീഡിയോസും അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമും നമുക്ക് ഒരു സ്ക്രീൻ ഫുള്ളാക്കി കാണിക്കുന്നതാണത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും അതുപോലെ ഓഡിയോ കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റുകൾ എല്ലാം ഒരേ സ്ക്രീനിൽ കാണുന്നു. തിരിച്ച് പഴയ സ്ക്രീനിലേക്ക് പോകാനും അതേ ബട്ടൺ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന സെക്കൻഡും തേർഡും കാണുന്നത് അൺഡു റീഡു എന്ന ഓപ്ഷനാണ്. നമ്മുടെ ജസ്റ്റ് ആദ്യം ചെയ്ത് കഴിഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ റീഡുവും, നമ്മൾ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ അൺഡുവും യൂസ് ചെയ്യുന്നു. ഇനി ഒരു വീഡിയോവിന് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് എന്ന ബട്ടൺ അവിടെ വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. റെക്കോർഡ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക, നമ്മുടെ വോയിസ് താഴെ ആഡ് ചെയ്യപ്പെടുന്നതാണ്. വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.